അച്ഛാ, അച്ഛൻ അമ്മയ്ക്ക് കൊടുത്തേച്ച ആ പ്രസാദമൊക്കെ ഉണ്ടായിരുന്നല്ലോ വഴിപാട് നടത്തിയത്. ഞാൻ അമ്മയ്ക്ക് കൊണ്ട് കൊടുത്തു. അമ്മ അത് നെറ്റിയിൽ തൊടുകയും ചെയ്തു. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. ആ, അമ്മ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അച്ഛാ, പിന്നൊരു കാര്യമുണ്ട്. അച്ഛൻ ഇങ്ങനെയൊക്കെ നടന്നാൽ പോരാ. ഒരുപാട് ഡ്രസ്സൊക്കെ ഞാൻ വാങ്ങിച്ചു തന്നിട്ടുണ്ടല്ലോ. അതിൽ ഓരോന്നായിട്ട് എടുത്തിടണം. എന്നിട്ട് സെൽഫി എടുക്കണം. എന്നിട്ടേ സ്റ്റാറ്റസ് ഇടണം ഫോണിൽ. അപ്പോൾ അമ്മയ്ക്ക് അത് വലിയ സന്തോഷമാവും. അമ്മ അത് എന്നോട് പറയുന്നില്ലെന്നേ ഉള്ളൂ. ചെയ്യാം മോളെ, മോക്കത് താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തന്നെ ചെയ്യാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശനെ പറ്റിച്ച് നമ്മുടെ കാർത്തിക ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അതിന് എത്ര നാൾ കാണും എന്നൊക്കെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് പോകാം. അങ്ങനെ നമ്മുടെ ആദർശും നയനയും നമ്മുടെ കിരണും കല്യാണിയും കൂടി തട്ടുകടയിൽ വെച്ച് കാണുകയാണ്. അവരൊരുമിച്ച് ഫുഡൊക്കെ കഴിച്ചു. അതിനുശേഷം പൈസയൊക്കെ കൊടുത്തു. അപ്പോൾ എന്നിട്ട് നമ്മുടെ കിരൺ പറയുകയാണ്, നമ്മുടെ ആദർശിനോട് പറയാണ്, ആദർശേ, ഇനി ഒരു ദിവസം നമുക്ക് അനിയുടെ കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതായത് കിരണും കല്യാണി അതുപോലെ തന്നെ ആദർശ്, നയന, അനി, അനാമിക, നമുക്ക് എല്ലാവർക്കും കൂടി നല്ലൊരു വലിയൊരു പാർട്ടി സെറ്റാക്കണം. എന്നിട്ട് നമുക്ക് അടിച്ചു പൊളിക്കണം എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അതിനുശേഷം നമ്മുടെ ആദർശും നയനയും പോവുകയാണ്. അങ്ങനെ കിരണും കല്യാണിയും അവരും പോവുകയാണ്. അതേസമയം വീട്ടിലാണെങ്കിൽ രൂപയും സി എസും ഉണ്ട്. അപ്പോൾ സി എസ് രൂപയോട് പറയാണ്, എൻ്റെ രൂപയെ, ഞാനിപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ പൂത്തിരിയും മത്താപ്പും ഒക്കെ മേടിച്ചുകൊണ്ടാണ് വന്നത്. എന്തിനാണെന്നറിയാമോ? ശരിക്കും കല്യാണി പോകുന്നതിന് നല്ല വിഷമമുണ്ട് നമ്മുടെ കിരണിന്. അപ്പോൾ അവൻ്റെ ആ ഒരു വിഷമം നമുക്ക് കണ്ടില്ലെന്ന് നടിക്കാനാവില്ല. ശരിക്കും രൂപയെ, നിന്നെ പിരിഞ്ഞിരുന്ന സമയത്ത് ഞാനും ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വിഷമം എന്താണെന്നറിയാം. അപ്പോൾ ആ ഒരു വിഷമത്തിൽ നിന്നും അവനൊരു ചേഞ്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ജോളിയായിട്ട് അടിച്ച് പൊളിച്ച് കല്യാണിക്ക് സ്വീകരണം കൊടുക്കാനായിട്ടിരിക്കുന്നത് എന്നൊക്കെ പറയുകയാണ്. അന്ന് കല്യാണി മോക്ക് ഇങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയെന്നൊക്കെ അറിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾ കേക്ക് മാത്രമല്ലേ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും ഇന്നത്തെ ദിവസം എന്തായാലും അവർക്ക് ഉറങ്ങാൻ പറ്റില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചു പൊളിക്കാം എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ രൂപ പറയണം, അത് വേണം, അത് ഒരു കണക്കിന് നല്ലതാണ്. കാരണം കല്യാണിക്ക് നല്ല വിഷമമുണ്ട്, പ്രത്യേകിച്ചും കുഞ്ഞിനെ പിരിയുന്ന കാര്യത്തിൽ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ഉടനെ നമ്മുടെ സി എസ് പറയണം, കുഞ്ഞിനെ പിരിയുന്നതിൽ മാത്രമല്ലടോ, കിരണിനെ പിരിഞ്ഞു പോകുന്നതിലും അവൾക്ക് നല്ല സങ്കടമുണ്ട്. എന്ത് ചെയ്യാനും കുട്ടികൾക്ക് തമ്മിൽ ഒരുമിച്ച് പോകാൻ പറ്റാത്ത സാഹചര്യം ആയതുകൊണ്ട് മാത്രമല്ലേ, അല്ലെങ്കിൽ കിരൺ കൂടെ പോവില്ലായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു തടിയം പോണി നിറച്ചിട്ട് അച്ചാറുമായിട്ട് നമ്മുടെ യാമിനി വരികയാണ്. യാമിനി പറയണത്, ദാ മാഡം, ദാ അച്ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സി എസ് പറയണം, ഇതെന്താ യാമിനി, ഇത് അവിടെ നിന്ന് വന്നാൽ പോലും തീരില്ലല്ലോ, അത്രയ്ക്ക് വേണ്ടിയുണ്ടല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ ഉടനെ യാമിനി പറയണം, ഇത് ഞാൻ മാത്രമല്ല, ദേ മാഡം തന്നെയാണ് മുന്നിട്ട് നിന്ന് ഇതെല്ലാം ഉണ്ടാക്കിയത്, ഞാൻ പാക്ക് ചെയ്തുവെന്നേ ഉള്ളൂ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സി എസ് പറയാണ്, രൂപയ്ക്ക് ഇതിൽ കൂടുതൽ സന്തോഷം എന്താ, സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയതല്ലേ മരുമകൾക്കായിട്ട് കൊടുത്തേക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പ്രകാശ് അതേ സമയത്തുണ്ടല്ലോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കാർത്തികയുടെ മൊബൈൽ എടുത്ത് നോക്കിയിട്ട് സ്റ്റാറ്റസ് കാണുകയാണ്. അത് സ്റ്റാറ്റസ് കാണുന്നതിന് തൊട്ട് മുമ്പ് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കിരണും കല്യാണിയും വരികയാണ്. കിരണും കല്യാണിയും വരുമ്പോഴത്തേക്ക് നമ്മുടെ സി എസ് പറയാണ്, മക്കളെ, നിങ്ങൾ വരാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു. കുറച്ച് താമസിച്ചു പോയി അച്ഛാ, കിടന്നുറങ്ങാഞ്ഞത് എന്താണ്? അത് കൊള്ളാം, ഇന്ന് ഒരു ദിവസം ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി ചേർന്ന് അടിച്ചു പൊളിക്കേണ്ട ഈ ഒരു ദിവസം കിടന്നുറങ്ങാനോ? അച്ഛനാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പൂത്തിരിയും മത്താപ്പും കമ്പിത്തിരിയും ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, നമുക്ക് അതൊക്കെ പൊട്ടിച്ച് ആഘോഷിക്കാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കല്യാണി പറയണ, വേണ്ടച്ചാ, എനിക്കതിനൊന്നും പറ്റിയ മൂടില്ല. അപ്പോൾ ഉടനെ കിരൺ പറയണം, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല കല്യാണി, എന്തായാലും നമുക്കിന്ന് കിടന്നുറങ്ങാനൊന്നും പറ്റില്ല, അതുകൊണ്ടേ നമുക്കിതൊക്കെ കത്തിച്ച് നന്നായിട്ടൊന്ന് സെറ്റാക്കി എടുക്കാം എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ പിന്നീട് കാണിക്കുന്നതെന്ന് വെച്ചാൽ അവരെല്ലാവരും കൂടി ചേർന്ന് പൂത്തിരിയും ഒക്കെ പടക്കമൊക്കെ പൊട്ടിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് മത്താപ്പൊക്കെ കത്തിക്കുകയാണ്. അപ്പോൾ ആ സമയത്തിന് നമ്മുടെ രൂപ പറയുകയാണ്, ശരിക്കും പറയുകയാണെങ്കിൽ സോണിയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ നമ്മുടെ സി എസ് പറയണം, അവർക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ടല്ലേ അവർ വരാതിരുന്നത്, ശരിക്കും പറയുകയാണെങ്കിൽ ആൽബിയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിൻ്റെ വിവാഹം ആയതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ അവരെപ്പോഴേ വന്നേനെ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ കല്യാണി പറയുകയാണ്, എനിക്കും ശരിക്കും പറഞ്ഞാൽ സോണിയെ കാണണമെന്ന് നല്ല
ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അങ്ങനെ അതേ സമയത്ത് നമ്മുടെ കിരൺ പറയുകയാണ്, കല്യാണി നീ നല്ല സ്മാർട്ടായിട്ട് ഇരിക്കുന്നതാണ് എനിക്കിഷ്ടം, അല്ലാതെ നിൻ്റെ മുഖം ഇങ്ങനെ കൂടെ ഇങ്ങനെ മങ്ങി കാണുന്നത് എന്നെ ഒരു വിഷമമുള്ള കാര്യമാണ്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് നിനക്ക് വിദേശത്തൊക്കെ പോവേണ്ടി വരും. അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ഈ സങ്കടവും കൊണ്ടിരുന്നിട്ടൊന്നും ഒരു കാര്യമില്ല, എല്ലായിടത്തും നമുക്ക് നിനക്കൊപ്പം വരാനൊന്നും പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. അങ്ങനെ അതിന് ശേഷമാണ് കാണിക്കുന്നത് നമ്മുടെ കാർത്തിക ഇങ്ങനെ ഇരുന്ന് മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനകത്ത് കാണുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണി സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നതാണ് അവർ കാണുന്നത്, ഈ പൂത്തിരിയൊക്കെ കത്തിച്ച് എല്ലാവരോടും സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് ആഘോഷിക്കുന്നത്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കാർത്തികയ്ക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാർത്തിക മനസ്സിൽ പറയുകയാണ്, എൻ്റെ അനിയത്തി ഒരുപാട് ഉയരങ്ങളിൽ എത്തണം, അതെനിക്ക് മാറി നിന്നെങ്കിലും കാണണം, ഈ അകൽച്ചയൊക്കെ ഇനി താൽക്കാലികം മാത്രമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ പ്രകാശൻ താഴേക്ക് ഇറങ്ങി വരുന്നത്. അപ്പോൾ പ്രകാശനെ കാണുമ്പോൾ ഉടനെ തന്നെ നമ്മുടെ കാർത്തികയ്ക്ക് ദേഷ്യം വരികയാണ്. പക്ഷേ എല്ലാം അങ്ങ് ഉള്ളിൽ ഒതുക്കുകയാണ് നമ്മുടെ കാർത്തിക. അതിനുശേഷം പ്രകാശനോട് പറയണം, അച്ഛനിങ്ങ് വന്നേ, അച്ഛനൊരു കാഴ്ച ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശനെ അങ്ങോട്ടേക്ക് വിളിക്കുകയാണ്. എന്നിട്ട് നമ്മുടെ കാർത്തിക ഇത് കാണിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പ്രകാശൻ അത് നോക്കുമ്പോൾ തന്നെ അങ്ങ് കലി വരികയാണ്. പ്രകാശൻ ചോദിക്കണം, മോൾക്ക് എവിടെ നിന്നാണ് ഇത് കിട്ടിയത് എന്നിങ്ങനെ ചോദിക്കണം പ്രകാശൻ. അപ്പോൾ ഉടനെ നമ്മുടെ കാർത്തിക പറയാണ്, അച്ഛാ ഇത് കിട്ടിയതേ ഫോണിൽ നിന്നാണ്, ശരിക്കും അവർ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നതാണ് എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശൻ പറയണം, സന്തോഷിക്കട്ടെ, ഈ എല്ലാ എണ്ണം സന്തോഷിക്കട്ടെ, ഞാൻ അവളുമാരെ എത്ര സ്നേഹിച്ച് വളർത്തിയതാണെന്നറിയാമോ, കാദംബരിയെയും കല്യാണിയെയും തറയിൽ വെക്കാതാണ് ഞാൻ കൊണ്ടു കിടന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ എൻ്റെ അധ്വാനം മുഴുവനും ഞാൻ അവർക്ക് വേണ്ടിയിട്ടാണ് ചിലവഴിച്ചത്. ഒടുവിൽ വിവാഹപ്രായമായപ്പോൾ നല്ലൊരു പയ്യനെ കണ്ടുപിടിച്ച് വിവാഹവും കഴിച്ചു കൊടുത്തു. കാശുകാരൻ കല്യാണം കഴിച്ചു കഴിഞ്ഞപ്പോൾ അവൾക്ക് ഞാൻ അവളുടെ അച്ഛനാണെന്ന് പറയുന്നത് വരെ മാനക്കേടായിപ്പോയി. എൻ്റെ ഭാര്യ എന്ന് പറയുന്ന ഒരുത്തിയുണ്ടല്ലോ, അവളാണെങ്കിലുണ്ടല്ലോ നന്ദി കെട്ടവളാണ്. അവളെപ്പോലെ ഒരു നന്ദി കെട്ടവൾ ലോകത്തെങ്ങുമില്ല. അവൾ പൈസ എവിടെയുണ്ടോ ആ ഭാഗത്ത് നിൽക്കും. അങ്ങനെ അവൾ മോക്കൊപ്പം കൂടി. ഇപ്പോൾ ദേ ഞാനും എൻ്റെ വയസ്സായ അമ്മയും ആരോരുമില്ലാതെ വിഷമിച്ചിരുന്നപ്പോഴാണ് എൻ്റെ മോള് എനിക്ക് അഭയം തന്നത്. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ മോളെ, ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ജ്യോത്സ്യന്മാർ പറയുന്നതൊന്നും പാടെ തള്ളിക്കളയേണ്ട കാര്യമില്ലെന്ന്. എൻ്റെ ഒരു ജ്യോത്സ്യൻ എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നെ വയസ്സാം കാലത്ത് എൻ്റെ ഭാര്യയും അതുപോലെ എൻ്റെ മകളുമായിരിക്കും നോക്കുന്നത് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് ഞാനതൊക്കെ പുച്ഛത്തോടെ തള്ളി, കാരണം അന്നൊന്നും എനിക്ക് പെൺകുട്ടികളോട് തീരെ അങ്ങനെ പറഞ്ഞിട്ട് പെട്ടെന്ന് അതങ്ങ് മാറ്റിയാണ് നമ്മുടെ പ്രകാശൻ. അന്ന് ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ കാര്യങ്ങളെക്കുറിച്ചൊന്നും അങ്ങനെ ചിന്തിച്ചില്ല. കാരണം പെൺകുട്ടികളെന്ന് പറയുന്നത് പാവങ്ങളല്ലേ, വീട്ടിൽ അവർ നമ്മൾ കൊണ്ടു കൊടുക്കുന്നതല്ലേ അവർക്ക് തരാനും എടുക്കാനും ഒക്കെ കാണൂ. അപ്പോൾ പിന്നെ എങ്ങനെയാണ് പെൺകുട്ടികൾ നോക്കുന്നത് എന്ന് മാത്രം ഞാനങ്ങ് ചിന്തിച്ചങ്ങ് പോയി. അപ്പോഴത്തേക്ക് ഇപ്പോൾ എനിക്ക് മനസ്സിലായി മോളെ, അത് കറക്റ്റായിരുന്നു എന്ന്. ശരിക്കും പറയുകയാണെങ്കിൽ ജന്മം കൊണ്ട് ഞാൻ നിൻ്റെ അച്ഛനല്ലെങ്കിൽ പോലും നീ എന്നെ അച്ഛാന്നല്ലേ വിളിക്കുന്നത്, നീ എന്നെ ഒരു മകളെ പോലെയല്ലേ നോക്കുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നീ ശരിക്കും എൻ്റെ മോള് തന്നെയല്ലേ എന്നെ നോക്കുന്നത്. പിന്നെ ഭാര്യയുടെ കാര്യം, പിന്നെ മോളുടെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കുകയാണെങ്കിൽ എൻ്റെ ഭാര്യ എന്നെ നോക്കില്ലേ. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ആ പ്രവചനം സത്യമായില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയണം, അത് ശരിയാ അച്ഛാ. പിന്നെ അച്ഛൻ നടത്തിയ വഴിപാടില്ലേ, അതിൻ്റെ പ്രസാദം ചെന്നൈയിൽ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു. അമ്മ അത് നെറ്റി തൊട്ടപ്പോൾ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി എന്ന് പറയാൻ പറഞ്ഞു അമ്മ. അപ്പോൾ ഉടനെ പ്രകാശം പറയണേ, എന്നാലും മോളെ ഇത്ര പെട്ടെന്ന് എങ്ങനെ ആ പ്രസാദം അങ്ങ് എത്തിച്ച് കൊടുത്തത്? അപ്പോൾ ഉടനെ കാർത്തിക പറയണ, അച്ഛ എൻ്റെ ഒരു സുഹൃത്തെ ഇന്ന് ചെന്നൈക്ക് പോയിട്ടുണ്ടായിരുന്നു, ഫ്ലൈറ്റിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ട് തന്നെ എനിക്ക് കൊടുത്തയക്കാൻ പറ്റി. അപ്പം തന്നെ അമ്മയുടെ കയ്യിൽ കിട്ടി. പിന്നെ അമ്മയ്ക്ക് ഒരാഗ്രഹം ഉണ്ടായിരുന്നു. എന്താ മോളെ, എന്താ അമ്മയുടെ ആഗ്രഹം? അമ്മ പറഞ്ഞത് അച്ഛനോട് പറയാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മയ്ക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ അച്ഛൻ്റെ ഫോട്ടോ കാണണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. അപ്പോൾ ഉടനെ പ്രകാശന് ഭയങ്കര സന്തോഷമാവുകയാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മുടെ പ്രകാശന് സന്തോഷമാകുമ്പോൾ തന്നെ നമ്മുടെ കാർത്തിക പറയുന്നത്, അച്ഛനൊരു കാര്യം ചെയ്താൽ മതി, അച്ഛന് നല്ല നല്ല ഫോട്ടോകളൊക്കെ എടുത്തിട്ട് അമ്മയ്ക്ക് സെൻഡ് ചെയ്തോട്. പിന്നെ മോളെ എനിക്കൊരാഗ്രഹം, മോളുടെ അമ്മയെ ഒന്ന് കാണണമെന്ന്. ഉടനെ തേഞ്ഞു. അപ്പോൾ ഉടനെ കാർത്തിക പറയണ, അയ്യോ അച്ഛാ, അത് പിന്നെ എങ്ങനെ അമ്മയെ കാണുക? എന്താ മോളെ പറ്റില്ലേ? എത്ര നാളായി മോളെ ഇതുവരെ ഒന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഉടനെ കാർത്തിക പറയണ, അതിപ്പോൾ ഉടനെയൊന്നും നടക്കില്ല. ഞാൻ പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അമ്മയ്ക്ക്
നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോകണമെന്നുള്ള കാര്യം പിന്നെ UK പോകുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ എന്നിങ്ങനെ പറയണം. അപ്പോൾ പ്രകാശം പറയണം, അത് ശരിയാ മോളെ, പക്ഷെ ഒരു ഫോട്ടോ എങ്കിലും കാണിക്കുക എൻ്റെ ആഗ്രഹത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ കാർത്തിക പറയണം, അയ്യോ അച്ഛാ, ഫോട്ടോ കാണിക്കാനോ അതൊന്നും അമ്മയ്ക്ക് ഇഷ്ടമാവില്ല. അമ്മ പറഞ്ഞിരിക്കുന്നത് അച്ഛൻ്റെ മുന്നിൽ ഒരു സർപ്രൈസ് ആയിട്ട് വരണമെന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ അച്ഛന് ഫോട്ടോ ഒന്നും കാട്ടിത്തരൂല. പിന്നെ ഒരു കാര്യം ഞാൻ അച്ഛനോട് പറയുക, ഒരു കാര്യത്തിൽ ഞാൻ അച്ഛന് വേണമെന്ന് ഒരു ഉറപ്പ് തരാം. എൻ്റെ അമ്മ കാണാൻ വൃത്തികേടൊന്നുമില്ല. എൻ്റെ അമ്മയെ കാണാൻ അത്യാവശ്യം സൗന്ദര്യമൊക്കെ ഉണ്ട്. അമ്മയ്ക്കൊരു വിഷമം അച്ഛന് അമ്മയെ കണ്ടാൽ ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന്. അതുകൊണ്ട് അമ്മ തന്നെയാണ് പറഞ്ഞത്, പ്രത്യേകിച്ചും അച്ഛന് ഫോട്ടോ ഒന്നും തരണ്ടെന്ന്. അപ്പോൾ പ്രകാശം പറയണേ, എൻ്റെ മോളെ, ഇനി മോളുടെ അമ്മയ്ക്ക് ഇനി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ഇനി എന്തെങ്കിലും വൈകല്യം ഉണ്ടെങ്കിൽ തന്നെ എനിക്കതൊന്നും പ്രശ്നമില്ല. എന്തായാലും മോളെ അമ്മയെ ഞാൻ വിവാഹം കഴിക്കില്ല എന്നുള്ള പേടിയൊന്നും വേണ്ട. എനിക്ക് ഇനി എന്തൊക്കെ വന്നാലും എനിക്കിനി മോളുടെ അമ്മയെ മതി എന്നിങ്ങനെ പറയാണ്. അപ്പോൾ കാർത്തിക മനസ്സിൽ പറയണം, എടാ നാണം കെട്ടവനെ, നീ ഒരിക്കൽ എൻ്റെ അമ്മയെ കല്യാണം കഴിച്ച് ദുഃഖിപ്പിച്ചതേ മറന്നിട്ടില്ല. അതിനുള്ള ശിക്ഷയാടാ നിനക്ക് ഞാൻ തന്നുകൊണ്ടിരിക്കുന്നത് എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് നമ്മുടെ കാർത്തിക. എന്നിട്ട് നമ്മുടെ പ്രകാശം പറയാണ്, എന്നാലും മോളെ ഇത് കുറച്ച് കടുത്തു പോയി. അതായത് കിരണിൻ്റെയും കല്യാണിയുടെയൊക്കെ ആ ഒരു ആഘോഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഉടനെ കാർത്തിക പറയണം, അച്ഛാ അവർക്കിട്ടൊരു പണി നമുക്കും കൊടുക്കാം അച്ഛാ. എന്താ മോളെ, മോൾ എന്തിനാ അല്ലെങ്കിൽ തന്നെ അവരുടെയൊക്കെ ഫോൺ നമ്പർ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്? അതൊക്കെ ഇങ്ങ് ഡിലീറ്റ് ചെയ്ത് മോളെ. അല്ലാത്തോണ്ടല്ലേ ഇതുപോലെയുള്ള വീഡിയോകളൊക്കെ കയറി വരുന്നത്? ഇല്ല അച്ഛാ, അത് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളയില്ല. അവരുടെ നമ്പർ ബ്ലോക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കിങ്ങനെയൊന്നും കാണാൻ പറ്റില്ല. അച്ഛൻ നമ്മളിതൊക്കെ കാണണം അച്ഛാ. എന്നാൽ മാത്രമേ അവരിങ്ങോട്ടൊന്ന് തരുമ്പോൾ തിരിച്ച് 10 അങ്ങോട്ട് കൊടുക്കാൻ പറ്റൂ. ഇതുപോലെ അച്ഛനും പഴയ നമ്പരൊക്കെ, അവരുടെ നമ്പരൊക്കെ അച്ഛൻ്റെ കയ്യിലുണ്ടാവുമല്ലോ. അപ്പോൾ അച്ഛനും വലിയ ഫോണൊക്കെ ഉണ്ടല്ലോ കയ്യിൽ. അപ്പോൾ അച്ഛനൊരു കാര്യം ചെയ്യും, അച്ഛനും ഇതുപോലെ സന്തോഷിക്കാനുള്ള വകകളൊക്കെ വരുമ്പോൾ ഫോണിലെടുത്തിട്ട് അച്ഛൻ്റെ ഫോട്ടോകൾ തന്നെ ആവട്ടെ എടുത്ത് സ്റ്റാറ്റസ് ഇട്. അപ്പോൾ അതവർ കാണട്ടെ, കണ്ട് അസൂയപ്പെടട്ടെ. അപ്പോൾ പ്രകാശം പറയണം, അത് ശരിയാ മോളെ, മോൾ പറഞ്ഞതൊരു ഐഡിയ തന്നെയാണ്. അതേ മോളെ, അവരെന്തെങ്കിലുമൊക്കെ വന്ന് പറയാനായിട്ടൊക്കെ നോക്കും, പക്ഷേ അവരെന്ത് പറഞ്ഞാലും ഉണ്ടല്ലോ മോള് വിശ്വസിക്കരുത് എന്ന് പറയണം. അപ്പോൾ കാർത്തിക പറയണം, എൻ്റെ അച്ഛാ, ഞാനങ്ങനെ ആരും പറയുന്ന കൂട്ടത്തിലല്ല, പറയുന്നത് കേൾക്കുന്ന കൂട്ടത്തിലല്ല അച്ഛാ എന്നിങ്ങനെ പറയണം. ഞാൻ അച്ഛൻ വിചാരിക്കുന്നത് കണക്കേ അത്ര തലച്ചോറില്ലാത്ത പെൺകുട്ടിയൊന്നും അല്ല. എന്നെ അങ്ങനെ പറ്റിക്കാൻ ആര് വിചാരിച്ചാലും പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടം വരെ എത്തി നിൽക്കുന്നത്. എൻ്റെ ഈ പ്രായത്തിൽ മറ്റേതെങ്കിലും ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇത്രയും വലിയൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമായിരുന്നോ എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ കുറച്ച് കണ്ടും കേട്ടും ഒക്കെ തന്നെയാണ് ഞാൻ ഇതെല്ലാം മുന്നോട്ട് വന്നിരിക്കുന്നത്. ഇനി ആരെങ്കിലും എന്നെ ചതിക്കാൻ അങ്ങനെ നോക്കിയാലുണ്ടല്ലോ, അത് ആരായിരുന്നാലും പിന്നെ അവരുടെ പതനം കണ്ടിട്ടേ ഞാൻ പിന്മാറത്തുള്ളൂ എന്നിങ്ങനെ പറയുകയാണ്. അപ്പോൾ പ്രകാശം മനസ്സിൽ വിചാരിക്കുകയാണ്, ഈശ്വര, ഇവളിത് എന്തൊക്കെയാണ് ഈ പറയുന്നത്? എൻ്റെ കാര്യം വല്ലതും ഞാൻ കല്യാണിയെക്കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ മൊത്തം കള്ളമാണെന്ന് അങ്ങനെ ഇവളടുത്ത് തെളിയുവാണെങ്കിൽ ഇവൾ അപ്പം തന്നെ ഞങ്ങളെ ഇവിടെ നിന്ന് അടിച്ച് വെളിയെ കളയല്ലോ എന്നിങ്ങനെ പെട്ടെന്ന് ഓർക്കുകയാണ് നമ്മുടെ പ്രകാശൻ. അതേ സമയത്ത് നമ്മുടെ കാർത്തിക പ്രകാശനോട് പറയണം, അച്ഛൻ ഇനി ഇങ്ങനെ ഇരിക്കേണ്ട, അച്ഛൻ വേഗം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഇപ്പം തന്നെ വയസ്സ് 19 ആയില്ലേ? അയ്യോ, ആര് പറഞ്ഞു? എനിക്ക് 55 വയസ്സൊന്നും ഇല്ല മോളെ. എൻ്റെ മോളെ, എനിക്ക് അങ്ങേയറ്റം പോയാൽ ഒരു 40-45 വയസ്സ്, അതിനപ്പുറത്തോട്ട് ഒരു വയസ്സ് പോലും കൂടുതലായിട്ടില്ല. എന്നാലും 45 വയസ്സില്ലേ അച്ഛന്? 45 തികച്ചില്ല മോളെ. എന്തായാലും അച്ഛനാണെങ്കിൽ ഒരിക്കൽ അറ്റാക്കൊക്കെ വന്നിട്ടുള്ള ആളാണ്. ഇങ്ങനെ ഉറക്കം ഉളച്ചിരിക്കുന്നത് ശരിയല്ല. അച്ഛൻ പോയി കിടക്ക്. വേണ്ട മോളെ, ഞാനിവിടെ മോക്ക് കൂട്ടിരിക്കാം. വേണ്ട അച്ഛാ, ഞാനിപ്പോൾ കിടന്നുറങ്ങും, എവിടെ കിടന്നുറങ്ങും എന്നൊന്നും പറയാൻ പറ്റില്ല. അതാ എൻ്റെ കാര്യം. അച്ഛൻ പോയി കിടന്നുറങ്ങ്, ചെല്ലച്ചാ, AC ഒക്കെ ഇട്ടിട്ട് സെറ്റായിട്ട് പോയി കിടന്നുറങ്ങ് എന്നിങ്ങനെ പറയുകയാണ്. അങ്ങനെ നമ്മുടെ പ്രകാശം എഴുന്നേറ്റ് പോവുകയാണ്. അതേസമയം പ്രകാശം പോകുമ്പോഴത്തേക്ക് നമ്മുടെ കാർത്തിക ഇങ്ങനെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ നോക്കുകയാണ്, എടോ മനുഷ്യ, ശരിയാക്കി തരുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അതേസമയം നമ്മുടെ രാഹുൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ നീക്കി പോവുകയാണ്. പുള്ളിക്കാരനാണെങ്കിൽ മുറിയിലൊന്നും കയറാൻ വയ്യ. നമ്മുടെ ശാരി അടിച്ച് വെളിയിൽ കളഞ്ഞിരിക്കുന്നത് കൊണ്ട് കൂടുതൽ സമയവും പുറത്ത് തന്നെയാണ്, ഹാളിൽ തന്നെയാണ് ഇരുത്തേയും കിടത്തേയൊക്കെ. അങ്ങനെ നമ്മുടെ രാഹുൽ ഇങ്ങനെ ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ കല്യാണിയുടെ വീട്ടിൽ നടന്ന ആ ഒരു ആഘോഷത്തിൻ്റെ വീഡിയോ കാണുകയാണ്. സ്റ്റാറ്റസ് ഇട്ടിരിക്കുകയാണ്. ആ വീഡിയോ കാണുകയാണ്. അത് കാണുമ്പോഴത്തേക്ക് ഉടനെ തന്നെ നമ്മുടെ രാഹുലിന് കലിപ്പ് വരികയാണ്. രാഹുൽ അപ്പോഴും മനസ്സിൽ വിചാരിക്കണം, ചിരിക്ക്, നീയൊക്കെ സന്തോഷിക്ക്. എത്ര സമയത്തേക്കാണ് നിൻ്റെയൊക്കെ ഈ ഒരു സന്തോഷം? എടി, നീ ഇവിടെ നിന്നുണ്ടല്ലോ വലിയ അവാർഡൊക്കെ മേടിക്കാനായിട്ടൊക്കെ
നീ അവിടെ നിന്ന് തിരിച്ചു വരുന്നതേ ആ പഴയ കല്യാണിയായിട്ടായിരിക്കില്ല. നിനക്ക് നല്ല 8ന്റെ പണി ഞാനിവിടെ പണിഞ്ഞ് തരോടി പൊന്നു മോളെ എന്നിങ്ങനെ മനസ്സിൽ കാണുകയാണ് നമ്മുടെ രാഹുൽ. എന്തായാലും രാഹുലിൻ്റെ മനസ്സിലെന്ന് പറഞ്ഞാൽ നമ്മുടെ സരയുവിനെ നമുക്ക് കിരണിന് കല്യാണം കഴിച്ച് കൊടുക്കണം എന്നുള്ളൊരു ചിന്തയാണ്. ഇനി അതിന് വേണ്ടിയിട്ട് ഇനി നമ്മുടെ കല്യാണിയെ കൊല്ലുമോ, ഇനി കോമാ സ്റ്റേജിൽ അങ്ങനെ ആക്കുമോ എന്നൊക്കെ അറിയണ്ടേ നമുക്ക്. അതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ ഇനി നാളത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂവിനായിട്ട് കാത്തിരിക്കാം. ഇന്ന് വെള്ളിയാഴ്ചത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ ആണിത്. ശനി ഞായർ മൗനരാഗം സീരിയൽ ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് നമുക്ക് തിങ്കളാഴ്ച വരെ ഒന്ന് കാത്തിരിക്കാം. ഇതിൻ്റെ ഇടയിൽ ഇതിൻ്റെ പ്രൊമോ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരെ എല്ലാവർക്കും ബായ്.